വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ. അപ്പോൾ ബാക്ക് ടു സ്കൂളിന് ആദ്യമായിട്ട് നമുക്ക് ബാഗ് തന്നെയാണ് ആദ്യം വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടു. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് വെച്ച് ഉപയോഗിച്ചിട്ടില്ല. അത് കാരണം ഞാൻ ഇപ്രാവശ്യം ആ ബാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചിട്ടില്ല, പുതിയ ബാഗാണ്, പക്ഷേ വെച്ച് വെച്ച് പൊടിയായി. കണ്ടോ, ദിസ് ഈസ് മൈ ബാഗ്. വെച്ച് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ചിട്ടാണ് കവറിലൊക്കെ ഇട്ട്. പുതിയ ബാഗ് തന്നെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഇത് എടുത്തിട്ടില്ല, കുറച്ച് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു സിബ് ഉണ്ടായിരുന്നു, തോന്നട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സിബുണ്ട്. ഇത് ഫുൾ ബ്ലാക്കാണ്, അടിയിൽ ഇതാ ഈ ഒരു കളറും ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു നല്ല സ്പേഷ്യലെസ് ആയിട്ടുള്ളൊരു സിബാണിത്. കണ്ടോ, ഇതൊക്കെ കഴുകണം. എന്നുവെച്ചാൽ എല്ലാം ബാഗൊക്കെ പഠിക്കാൻ ഞാൻ കഴുകാറുണ്ട്, പുതിയ ബാഗല്ലേ, അതുകൊണ്ട്. പിന്നെയും ഇതാണ് ഞാൻ ചോറൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് സിബ്. ഉദ്ദേശിക്കുന്നതല്ല, അമ്മ വലിയ സിബ്. ഇതൊരു അത്യാവശ്യം സ്പേസ്ലെസ് ആയിട്ടുള്ള ഒരു സ്പേസ്ലെസ് എന്തെങ്കിലും ആവട്ടെ എന്നുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതിൽ ടോട്ടലി സിബൊക്കെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ബുക്ക് വയ്ക്കാനുള്ള ഒരു സിബ് വെച്ചാൽ. ഓക്കെ, പിന്നെ ഇത് സർവേ 1 2 3 4 5 സിബുണ്ട്. ഇതാ അതിലിതാ ഇങ്ങനെ ഒരു റാക്കും കൂടി ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ചട്ടയൊക്കെ ഇന്ന് തന്നെ ഇട്ട് വയ്ക്കും, ഇന്ന് നാളെ ആയിട്ട് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ ദിസ് ഈസ് മൈ ബാഗ് ഞാൻ കഴുകുമൊക്കെ വേണം. പക്ഷേ പിന്നെ നെക്സ്റ്റ് ആയിട്ടല്ല എനിക്കൊരു എൻ്റെ വീട്ടിൽ 2 വാച്ചുണ്ട്, 2 സ്മാർട്ട് വാച്ചാണ്. ഒന്ന് എനിക്കൊരു സ്മാർട്ട് വാച്ച്, അച്ഛനും ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ സ്കൂളിലേക്ക് സ്മാർട്ട് വാച്ച് ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓർഡർ ചെയ്താൽ ശരിയാവില്ല അമ്മ, ഓർഡർ ഒന്നും ചെയ്യണ്ട, അങ്ങനെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഞാൻ ഫ്ലിപ്കാർട്ടിലാണ്, മീഷോയിലാണ് ഈ ഒരു വാച്ച് കണ്ടത്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മേടിക്കണം പറഞ്ഞു, കുറേ കരഞ്ഞു, പക്ഷേ പറ്റില്ല പറഞ്ഞു. ഞാൻ വിഷമിച്ച് നിന്നിട്ട് ശരി എന്നാൽ വാച്ച് മേടിക്കാം എന്ന് പറഞ്ഞു. പിന്നെ സ്മാർട്ട് വാച്ച് സ്കൂളിലേക്ക് കട്ടിയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു വാച്ച് വാങ്ങിയത്. കാണിക്കാം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാച്ച്. കണ്ടോ ഗൈസ്, വൈറ്റ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വാച്ചൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണുന്നില്ല ഗൈസ്, ഇതാ. കണ്ടോ, അടിപൊളി വാച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴെങ്കിലും ഞാൻ ഇനി അത് കെട്ടും. അപ്പോൾ ഇതാണ് വാച്ച്. എങ്ങനെയുണ്ട്, അടിപൊളി വാച്ചല്ലേ? ഒരു ഫോട്ടോയും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഞാൻ വാച്ചൊക്കെ കെട്ടി. അപ്പോൾ സമയം 4:05. കുറച്ച് വാച്ച കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് തന്നെ ഞാൻ ഇന്ന് ടെക്സ്റ്റ് ബുക്കും മേടിക്കണമെന്ന് ടെക്സ്റ്റ് ബുക്കും എനിക്ക് മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കും മേടിച്ചു. ഫസ്റ്റ് തന്നെ ഹിന്ദി 6 ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ സ്കൂൾ തുറന്നിട്ടേ കിട്ടുള്ളൂ. ആദ്യം തന്നെ ഹിന്ദി. ഓക്കെ, ഹിന്ദിയിൽ ഫസ്റ്റത്തെ പാഠം കൂടി പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ പാഠം പ്യാര. ഫസ്റ്റത്തെ പാഠം പ്യാര, കണ്ടോ? ഓക്കെ, ഫസ്റ്റ്. നെക്സ്റ്റ് ഞാൻ മലയാളം. ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ്. എനിക്ക് ഫസ്റ്റ് മലയാളം ഫസ്റ്റല്ല, ഫസ്റ്റ് സാൻസ്ക്രിറ്റ്, സെക്കൻഡ് മലയാളമാണ്. ചിലർ മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് അങ്ങനെയുണ്ട്. ഇതാ മലയാളം.
ഓക്കെ, മലയാളത്തിന് ആദ്യത്തെ പാഠം ഗ്രാമശ്രീകൾ, കതിർ ചൂടും നാടിൻ പെരുമകൾ. പിന്നെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. 6 ഞങ്ങൾക്ക് 9 ബുക്ക് ഉണ്ട്. ഇപ്പോൾ 6 കിട്ടിയിട്ടുള്ളൂ, പിന്നെ സ്കൂൾ തുറന്നിട്ടേ കിട്ടുള്ളൂ. ഇത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഓക്കെ, അതിൽ കുറേ പാഠമുണ്ട്. ആദ്യത്തെ പാഠം ലെറ്റ്സ് പ്ലേ ഫോർ നോക്കട്ടെ. ലെറ്റ്സ് പ്ലേ ഫോർ ഫ്രണ്ട്സ്. ലെറ്റ്സ് പ്ലേ ഫോർ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ നെക്സ്റ്റ് ഇംഗ്ലീഷ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഓക്കെ, ഇംഗ്ലീഷ്. അപ്പോൾ എല്ലാത്തിനും പാട്ട് ഇതൊക്കെ പാർട്ട് 1 ആണ് കേട്ടോ. ഇതിൽ ഫസ്റ്റത്തെ ഹാർമണി ഓഫ് മാർവൽസ്, എ റോബോട്ട് വിത്ത് ആൻ വൈറസ്. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത 2 സബ്ജക്റ്റ് ഉണ്ട്, സോഷ്യലും മാത്സും. സോഷ്യൽ സയൻസ്. ഇതിൽ ഫസ്റ്റത്തെ പാഠം മിഡീവൽ ഇന്ത്യ. ഫസ്റ്റത്തെ പാഠം പിന്നെ എനിക്കിതാണ് ലാസ്റ്റത്തെ ബുക്ക്. ബേസിക് സയൻസ് എനിക്ക് കുഴപ്പമില്ല, അതിഷ്ടമാണ്, കുഴപ്പമില്ല. ബേസിക് സയൻസിൽ ആദ്യത്തെ പാഠം ടുവേർഡ്സ് എ 100-fold yard. അപ്പോൾ ഇത്രയും ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ നോട്ട് ബുക്സാണ് കാണിക്കുന്നത്. ഇതൊരു ബണ്ടിലായിട്ടാണ് അമ്മ മേടിച്ചത്. ഒരു ബണ്ടിലാണ്, ക്ലാസ്മേറ്റിൻ്റെ ഒരു ബുക്കാണ്. അത്യാവശ്യം ഇത്ര വലുതാണ് ഞങ്ങൾ മേടിക്കാറുള്ളൂ. ഇത്ര വലുതാണ് മേടിക്കാറുള്ളൂ. പിന്നെ കുറച്ച് കനമുള്ള ബുക്കാണ്. ഇത് കുറച്ച് കനമുള്ള ബുക്കാണ്. അത് പെയിനാണ്, എന്ന് വെച്ചാൽ ഇത് മാത്സിനാണ്. ക്ലാസ്മേറ്റിലൊരു ബണ്ടിലാണ് ഞാൻ ബുക്ക് വാങ്ങി. ഒരെണ്ണത്തിൽ 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു വലിയ റഫാണ് കേട്ടോ. ഇത് റഫിന് വേണ്ടിയിട്ട് മേടിച്ചതാണിത്. അത്യാവശ്യം വലിയൊരു ബുക്ക് തന്നെയാണ്. കാണിച്ചു തരാം. ഇതും വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായി തോന്നും, പക്ഷെ ഇത് മീഡിയമാണ്, ബുക്ക് മീഡിയമാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത സാധനങ്ങൾ എടുത്തിട്ട് വരാം. പിന്നെ കഴിഞ്ഞ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റാണ്. എപ്പോഴും എനിക്കൊരു സമയം ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇപ്പം എൻ്റെ കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ കുറേ ബോക്സൊക്കെ, എൻ്റെ ബാർബിയുടെ അങ്ങനെ കുറേ ബോക്സൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ അതിലൊക്കെ എനിക്കിങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ട് വയ്ക്കും. അമ്മ കളയെ പറയും, പിന്നെ നമുക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാവും. ഫസ്റ്റ് ഞാൻ കുഞ്ഞ് സ്കെച്ചാണ് മേടിച്ചിരിക്കുന്നത്. അതെന്താണ് എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മേടിക്കാമല്ലോ. പേനയും പെൻസിലും ഒന്നും ഞാൻ ഒരുപാട് മേടിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെയും ഇങ്ങനെ മേടിക്കും, കഴിഞ്ഞാൽ അപ്പോൾ മേടിക്കാം, അങ്ങനെയാണ്. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് മേടിച്ചാൽ കട്ട കുത്തും പേനയുടേതൊക്കെ. സ്കെച്ചൊക്കെ പോകും, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാം എന്നുള്ളൊരിതിലാണ് ഞാനല്ല അമ്മ പറഞ്ഞു മേടിച്ച് വയ്ക്കാം. അച്ഛൻ പറഞ്ഞു വേണ്ട, ഇടയ്ക്കിടയ്ക്ക് മേടിക്കുക, അല്ല കഴിഞ്ഞാൽ മേടിക്കാമല്ലോ എന്ന്. അപ്പോൾ ആദ്യം തന്നെ സ്കെച്ചാണ്, ക്യാമലിൻ്റെ സ്കെച്ചാണ്. ഇതിൽ 12 ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വില നോക്കിയിട്ടല്ല കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ഉടനെ മേടിക്കാമല്ലോ, അത് പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ വില 30 രൂപയാണ്. വില ഇതൊന്നും അവിടെ വലുത് നോക്കിയത്, പക്ഷെ വലുത് അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു ഇതിൻ്റെ വലിപ്പം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 12 എണ്ണം ഉണ്ട്.
ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതാ ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിസ്ത ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിങ്കിന് തന്നെ ഒരു വേറെ കളറുണ്ട്, പിന്നെ മറ്റേ ഇൻഡിഗോയും ഉണ്ട്. ദിസ് ഈസ് മൈ സ്കെച്ച്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതും അങ്ങനെ തന്നെയാണ്, കഴിഞ്ഞാൽ മേടിക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇതും മേടിച്ചത്. പിന്നെ ഒന്നാമത്തെ കാര്യം വലുതും അവിടെ ഉണ്ടായിരുന്നില്ല, ചെറുതാണ്. ആ റംലയിൽ ഇങ്ങനെ കുഞ്ഞി ഇതുണ്ടായിരുന്നത്. ഇതിന് 25 രൂപയാണ്. വാക്സ് ക്രയോൺസ് ഇതിൽ എത്ര രൂപ? ഇതിന് 25 രൂപ. ക്യാമലിൻ്റെ തന്നെയാണ്. ഇത് രണ്ടും ക്യാമലിൻ്റെയാണ്. ഓക്കെ, ക്രയോൺസ് എന്താ ഇങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ കുറേ കളേഴ്സ് ഉണ്ട്. ഇതാ പറയാൻ നിന്നാൽ കഴിയില്ല, അതാണേ. നമ്മൾ തന്നെ നോക്കിക്കോളൂ. 2 റാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ഈ കളറിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, അത് കാരണം ആണ്. പിന്നെ ഒരു സെറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട്, ഇറൈസർ ഞങ്ങളൊരു സെറ്റ് തന്നെ മേടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കളയും ഞാൻ, അത് കാരണം ഒരു ദിവസം ഒരു റബ്ബർ അങ്ങനെയാണ്. വലിയ അപ്സരയുടെ ആണ്, അത് ബ്രാൻഡൊന്നും പിന്നെ നോക്കില്ല. ഇതാ എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്, സ്കൂൾ തുറന്നിട്ടില്ലല്ലോ, എന്നാലും എടുക്കാൻ പറ്റും. അപ്സര ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്താ ഓക്കെ, അതാണ് അപ്പം റബ്ബറിൻ്റെ ഇറൈസറിൻ്റെ ഒരു ഇത്. പിന്നെ ഒരു പെന്നിൻ്റെ സെറ്റാണ്. ആപ്ലിറ്റ്ലി ഇത് കഴിഞ്ഞാൽ മേടിക്കാം എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് പറയണത്. ഇനിയിപ്പോൾ നിങ്ങൾ വെച്ചോ ഈ കുട്ടിക്കൊരു ദാരിദ്ര്യം, അങ്ങനെ കഴിഞ്ഞാൽ മേടിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മേടിച്ചിരിക്കുന്നത്. ഇതാ ഇതെടുത്തൊന്നുമില്ല എന്ന് വേണ്ടതാ. ഇതാ സെല്ലോൻ്റെ പെന്നാണേ, സെല്ലോൻ്റെ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ലെക്സിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ലെക്സി എനിക്ക് തീരെ ഇഷ്ടമല്ല. ടെക്നോ ടിപ്പ് ബാൾ പെൻ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 100 ആണ് കേട്ടോ. അല്ല 18 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. 18 ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഇതിന് പ്രൈസ് എത്രയാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബിഗ് റബ്ബർ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇറൈസർ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. എന്ത് സെറ്റാണെന്ന് വെച്ചാൽ ഈ ഒരു ഇറൈസർ റബ്ബർ എന്ന് വരുന്നുള്ളൂ. എനിക്ക് മാനസ് എന്നൊക്കെ പറയും. ക്യാമലിൻ്റെ ഒരു ഇറൈസർ, പിന്നെ ഈ 3 ഇത് പേനയല്ല, പെൻസിലാണ്. നോക്കിയേ, ബാക്കിൽ ഞാൻ അമർത്തുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളിതിങ്ങനെ കുത്തി പിടിക്കുക, എന്നിട്ട് അത് പോയിക്കോളും. കണ്ട ഒരു പേനയുടെ ഇതിലുണ്ട്, പക്ഷെ ഇത് മറ്റേ കണ്ട ഒരു പെന്നിൻ്റെ ലുക്കുണ്ട്, പക്ഷെ ഇത് പെൻസിലാണ്. അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഈ 3 പെൻ ആൻഡ് ദിസ് ഇറൈസർ ആൻഡ് ഒരു 3 അത് കഴിഞ്ഞാൽ ഇടാനുള്ള നിപ്സാണ്. 3 നിപ്സ് ഉണ്ട്, കഴിഞ്ഞാൽ നമുക്ക് ഇടാം. 3 ഉണ്ട്. പിന്നെ ഈ 3 പെൻ, അതിൻ്റെ ആ നിപ്സും ആ 3 പെന്നിൻ്റെ പോലത്തെ ഉള്ള പെൻസിലും ഇതും ഒരു സെറ്റായിട്ട് കിട്ടിയതാണ്, മേടിച്ചതാണ്. ഓക്കെ, പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ കുറേ ഇറൈസർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഒന്നും ഉപയോഗിക്കാത്തത് ഇതിൽ എത്ര ഉണ്ട്? ഇത് നടരാജിൻ്റെ റബ്ബറാണേ, ഇറൈസറാണേ, കഴിഞ്ഞ വർഷത്തെയാണിത്.
നടരാജ്. ഓക്കെ, ഇതിൽ 1 2 3 4 5 6 6 ഉണ്ട്. പിന്നെ ഒരു അപ്സരയുടെ പെൻസിലുണ്ട്, അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ എന്താണിത്, ഷാർപ്നറും ഇറൈസറും ഇതാണ്. പിന്നെ നമുക്ക് ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പെൻസിൽ, എക്സോക്സ് നിയോൺ ഇറൈസർ ട്രിപ്പർ. നിയോൺ ആണിത്. ഇതിന് വന്നിട്ട് ഇതിൻ്റെ വില ഒന്നും കാണാനില്ല കേട്ടോ ഗൈസ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ, കണ്ടോ, കുറേ കളേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമായ രസമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു ഷാർപ്നർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇതൊക്കെ എൻ്റെ ഒരു ഹെയർ ബോക്സാണ്. ഇതൊക്കെ ഞാൻ പഴയതാണ്. പിന്നെ ഒരു എയർ4 ഷീറ്റിൽ ഒരു ബണ്ടിൽ തന്നെ മേടിച്ചിട്ടുണ്ട്. 100 എണ്ണം ഉണ്ട് ഒരു എയർ4 ഷീറ്റിൽ. ഞാൻ കാണിച്ചു തരാം. പൊട്ടിക്കാൻ കിട്ടുന്നില്ല, പിന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ചില്ലറപ്പണിയല്ല, എൻ്റെ കാണുന്ന പോലെ അല്ലത് പൊട്ടിക്കാൻ ഭയങ്കര കിട്ടി. 100 എണ്ണം ഉണ്ട്. 100 എണ്ണം ഉണ്ട്. 100 A4 ഷീറ്റാണിത്. ഇതൊരു ബണ്ടിലിന് 100 A4 ഷീറ്റ് ഉണ്ട് ഇതിൽ. പിന്നെ ഇതിന് വരുന്നത് 100 രൂപയാണ്. ഒരു A4 ഷീറ്റിന് 1 രൂപ. 100 രൂപ. ഇതുണ്ടല്ലോ ഗൈസ്, കാണുന്ന പോലെ. ഓക്കെ, ദിസ് ഈസ് മൈ A4 ഷീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇത് പറയുന്നത് എൻ്റെ പൗച്ചാണ്. ഓക്കെ, ഇതിൽ ഭയങ്കര സ്പേസ് ഉണ്ട്. ഇതാ കണ്ടോ, ഇതാണ് സ്പേസ്, നല്ല സ്പേസ് ഉണ്ട്. ഇതിന് വരുന്നതും 100 ആണ്. പിന്നെ അതിലൊരു സിബും കൂടി ഉണ്ട്, ഇങ്ങനെയൊരു സിബാണ്. ഇത് അത്രയ്ക്ക് സ്പേസ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാൽ ഭയങ്കര ഇഷ്ടമായി എനിക്കിത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സ്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റേ റിബൺ, വൈറ്റും ബ്ലൂവും റിബൺ ഞാൻ വെച്ചിട്ടുണ്ട്. വൈറ്റും ബ്ലൂവും റിബൺ. പിന്നെ ഇതാ ഒരു പൗച്ചും കൂടി ഉണ്ട്. ഇതിൽ 2 സിബുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേഗം കീറി പോണ ഒരു മെറ്റീരിയലാണ്, ബട്ട് കുഴപ്പമില്ല. 2 സിബുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരിതാണ്. പിന്നെ ഇത് എൻ്റെ ബാർബി ഡോളിൻ്റെ ഒരു പെട്ടിയാണ്. അതിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് അച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ വെച്ചു. ഞാൻ 6-ാം മുകളിലെ. ഓക്കെ, അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ തുറക്കാൻ ഞാൻ എന്താ ഒട്ടിച്ചതാണ് കേട്ടോ ഗൈസ്. ഒട്ടിച്ച് വെച്ചതാണ് ഞാൻ. ഫസ്റ്റ് തന്നെ കുറേ ടൈപ്പ് പൊട്ടാണ്. ഫസ്റ്റത്തെ ഒരു പൊട്ടെന്ന് പറഞ്ഞത് ഇതാണ്. സെക്കൻഡ് അമ്മയുടെ പൊട്ടാണ്. ഇതാണ് സെക്കൻഡ് പോട്ട്. തേർഡ് ഇത് എൻ്റെയാണ്, പക്ഷെ ഞാൻ വെക്കലില്ല. തേർഡ് ഞാൻ വെക്കുമെന്ന് എനിക്ക് തന്നെ തോന്നിയിരിക്കുന്നത് ഈ ഒരു പൊട്ടാണ്. കാണുന്നില്ലല്ലോ നിങ്ങൾക്ക്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, കണ്ടോ അങ്ങനെ. പിന്നെ ഇതാ ഈ ഒരു പൊട്ടാണ്, 2 എണ്ണം. ഓക്കെ,
സെക്കൻഡ് പിന്നെ തന്നെയാണ്, റിപ്പീറ്റഡ് ആണ്. പിന്നെ ഒരു വള മേടിച്ചിട്ടുണ്ട്, ഒരു വളയല്ല കേട്ടോ ഗൈസ്, ഒരു ഗ്രീൻ 2 വള, ലൈറ്റ് ഗ്രീൻ 2 വള, പിന്നെ ഇങ്ങനൊരു ഡിസൈനിൽ 2 വള, പിന്നെ ഇതാ ഒരു ഇങ്ങനത്തെ ഒരെണ്ണല്ല 2 ഇങ്ങനത്തെ ഒരു വള, പിന്നെ ഈ സ്റ്റാപ്ലർ അടിക്കുന്ന പിന്ന്, പിന്നെ ഇതാ 6 വൈറ്റ് ബൺ, 4 ഇതാ വൈറ്റും ബ്ലൂ ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ്. ഇങ്ങനത്തെ ചില ബോക്സസ് ഒക്കെ എടുത്ത് വെച്ചാൽ ഉപകാരം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം. അതാണ് ഇത് ഞാൻ എടുത്തു വെച്ചത്. ഇത് ഒട്ടിച്ചതാണ് കേട്ടോ. ഇതിന് ഈ സാധനം ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു അത് ഒട്ടിച്ചു വെച്ചതാണ്. ഇത് കുറേ ആയിട്ടൊന്നുമില്ല, ഈ ഒരു മാർച്ചിലാണ് ഈ ബോക്സ് ഞാൻ എടുത്തു വെച്ചത്. ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ പെൻസിൽ കാണാൻ. ഓക്കെ, ഇതാ ഇതിലിതാ ഇങ്ങനൊരു ബോക്സ് ഉണ്ട്. അപ്സര പെൻസിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ മേടിച്ചിട്ടുണ്ടത്. ഞാനില്ലാതെ എനിക്ക് ആരോ തന്നതാണ് ഗിഫ്റ്റ്, പെൻസിലിൻ്റെ ആ ഒരു സെറ്റ്. ഞാൻ പറഞ്ഞില്ല പേന പെൻസിലിൻ്റെ പോലത്തെ, അതിൻ്റെ ആ സെറ്റ് എനിക്ക് ആരോ എന്തോ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നതാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദാറ്റ്സ് നിപ്സാണ് കേട്ടോ ഇത്. അതിലത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇടാം. പിന്നെയും കുറേ ഇറൈസേഴ്സ് എൻ്റെ അടുത്തുണ്ട്. ഇറൈസറിൻ്റെ ഒരു കട തന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ തുടങ്ങാം അല്ലേ. അറേഞ്ച് ചെയ്ത് വെച്ച ഓർഡർ ഞാൻ മറന്നത് കാരണം ഇപ്പോൾ ഒക്കെ ഞാൻ തട്ടിപ്പായിട്ട് ഞാൻ വെക്കുന്നു. നമുക്ക് ഈ പേനയല്ലേ ഗൈസ് മെയിൻ. അയ്യോ, ഒരു ഇത് പെൻസിൽ പേന വയ്ക്കാൻ മറന്നു ഗൈസിന്. പേനയാണ് നമ്മുടെ മെയിൻ സൂത്രധായിനി. അപ്പം പിന്നെ നിങ്ങളൊക്കെ എല്ലാം മേടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. മേടിച്ചെങ്കിൽ നിങ്ങളൊന്ന് പറയാം. ഞാൻ അടുത്ത സാധനമായിട്ട് ഞാൻ വരുന്നു. ഈ ഗൈസൊക്കെ ഞാൻ എല്ലാം മേടിച്ചിട്ട് വന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടപ്പൊടിയാണ് ബുക്ക് റാപ്പറാണ് മേടിച്ചിരിക്കുന്നത്. ഇതാ സാധാ കളറാണ്, 2 ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് 2. പിന്നെ ഇതാ ആദ്യം ഞാനൊരു അമ്മ ആദ്യം ഇതാ ഇത് പൊടിയും, അത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്പെറൻ്റ് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് അതിൻ്റെ മുകളിൽ പൊതിയും. ആദ്യം ഇത് പൊതിഞ്ഞിട്ട് നമ്മൾ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇത് അതിൻ്റെ മുകളിൽ പൊതിയും. അപ്പോൾ അങ്ങനെ വേഗം കീറില്ല, എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ചാർട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതൊരു യെല്ലോ ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. യെല്ലോ ചാർട്ട് പേപ്പർ, 2 ചാർട്ട് പേപ്പർ ഞാൻ മേടിച്ചില്ല. എല്ലാം 2 എന്ന് ഞാൻ പറയുന്നത് യെല്ലോ കളറുള്ള 2 ചാർട്ട് പേപ്പർ, പിന്നെ പിങ്ക് കളറിലുള്ള 2 ചാർട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പഴയതൊക്കെ കുറേ ഇരിക്കുന്നുണ്ട്, അവിടെയും ഇവിടെയും പൊടിയൊക്കെ. ഓക്കെ, ഇതൊരു കുഞ്ഞിതാണ്, ഇതെൻ്റെ. പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പാണ്. ഞാൻ പ്ലെയിൻ നെയിം സ്ലിപ്സാണ് നോക്കിയത്, പക്ഷേ ഈ പ്ലെയിൻ കിട്ടി ഞാൻ വലുതായില്ലേ, എനിക്ക് പ്ലെയിൻ നെയിം സ്ലിപ്പ് കിട്ടിയില്ല. ഇത് യൂണിക്കോണിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ്. ഇതിലിതാ ഇങ്ങനത്തെയാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് 3 ഞാൻ മേടിച്ചിട്ടുണ്ട്. 3 പ്ലെയിനൊന്നും കിട്ടിയില്ല. റംലയിൽ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ഞാൻ അവസാനമായിട്ടല്ലേ പോയത്, അതുകൊണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞു. അതൊക്കെ നമുക്കിതാ
ഇതൊക്കെ ഞാൻ മേടിച്ചതിൻ്റെ കവറാണ്. ഞാൻ അതിൽ തന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കും. അതിനുള്ളിൽ തന്നെ അങ്ങനെ തിരികെ വയ്ക്കും. ഇതെന്തിൻ്റെ വെച്ചാൽ ബുക്ക് റേപ്പറിൻ്റെ അതാണ് വെച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. ക്യാമലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാൻ മേടിച്ചു. ഓക്കെ, ഇന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. 100 രൂപ തന്നെയാണ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, അടിപൊളിയില്ലേ? ഇതാണ് വാട്ടർ ബോട്ടിൽ. ഇതിൻ്റെ കുപ്പി വന്നിട്ട് അടപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ അടപ്പാണ്. കഴുകിയതാട്ടോ ഞങ്ങൾ. ഓക്കെ, കുപ്പിയും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും അങ്ങനെ അടുത്തത് ഞാൻ അപ്പം തന്നെ എടുത്തു വയ്ക്കും. ഇപ്പോൾ ലാസ്റ്റ് എടുത്ത് വെച്ചത് കഴിയില്ല. പിന്നെ 2 ഫയൽ മേടിച്ചിട്ടുണ്ട് A4 ഷീറ്റ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. ഇതിൽ നെയിം സ്ലിപ്പ് പൊട്ടിക്കാനുള്ളൊരു റാക്ക് ഉണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ ഇതിൽ പൊട്ടിച്ചാൽ സ്പേസ്ലെസ് ആണ്. ഉണ്ടോ ഇല്ല. അതിൽ തന്നെ ഇങ്ങനെയൊന്നും. നെക്സ്റ്റ് ഒന്ന് ബാക്കിലും ഉണ്ട് കേട്ടോ A4 ഷീറ്റൊക്കെ വയ്ക്കാനുണ്ട്. പിന്നെ അത് ഇങ്ങനൊരു ഗ്രീൻ ഒരെണ്ണം എനിക്ക് ഒരെണ്ണം അമ്മയ്ക്കുമാണ്. അപ്പോൾ ഈ 2 ഫയലും ഞാൻ മേടിച്ചു. അപ്പോൾ ഇത്രയാണുള്ളൂ എൻ്റെ ബാക്ക് ടു സ്കൂൾ. ലാസ്റ്റ് ഒരു ഫോട്ടോയും ഇവിടെ എന്തൊക്കെയാണ് അത്രയും സാധനം ഞാൻ മേടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ബൈ. ഭാഗ്യം എല്ലാ സാധനവും എടുത്ത് വയ്ക്കാതില്ല. അതിനെക്കാട്ടും തൊന്തരവായിരുന്നു.